സത്യം. ഓഡിയോബിൾ ആണെന്ന് ഓഡിയോബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങോട്ടേക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, ഓഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അമൽ സാർ എന്തായാലും നല്ല രീതിയിലേക്ക് വെൽക്കം ചെയ്തു. എന്തായാലും ഈ പാലക്കാട് ടീമിലേക്ക് മീറ്റിംഗ് തരാൻ വേണ്ടി വിളിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കും അമൽ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ഓണാക്കണം കേട്ടോ. മാക്സിമം പറ്റുന്ന ആൾക്കാർ വീഡിയോ ഓണാക്കണം. ഞാൻ എന്റെ ടീമിനോടും പറയുന്ന ഒരേ കാര്യമുള്ളൂ, വീഡിയോ ഓണാക്കിയിട്ടിരിക്കണം. ഞാൻ കണ്ണൂരിന്നേ വന്നിട്ട് നിങ്ങളെ വീഡിയോ ഓണാക്കിയിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാലക്കാട് നിന്നിട്ട് വീഡിയോ ഓണാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ടീമിനാണ് കേട്ടോ മോശം. ഓക്കെ, ഇപ്പം കുറെ ആൾക്കാർ വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു JRCM. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതിനകത്ത് കുറെ മുഖങ്ങളെ നിരന്തരം സൂം മീറ്റിങ്ങുകളിലേക്കും ഫിസിക്കലായിട്ടും മുബീസ് സാറിനൊക്കെ ഓൾറെഡി സ്റ്റാർ അച്ചീവർ അദ്ദേഹത്തെയൊക്കെ നമ്മളധികം യൂത്ത് ഐക്കൺ വേദികളിലൊക്കെ നമ്മൾ നിരന്തരം കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. കുറെ പുതുമുഖങ്ങളുണ്ട്. എന്തായാലും എന്നെ കേൾക്കാൻ വേണ്ടി വന്നതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആകാശ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പുന്നാട് സ്വദേശിയാണ്. ബേസിക്കലി ഇന്നൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം സാറ് പറഞ്ഞു ഒരു മെന്റലിസ്റ്റ് ആണ്, ഹിപ്നോട്ടിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ മെൻസ്ട്രൽ ഹൈജീൻ ട്രെയിനിങ് എന്താ പറയുക സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഹൈജീൻ ക്യാമ്പയിനുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയത്, ഈ ഒക്കെ ഭാഗ്യം തന്നത് തീർച്ചയായിട്ടും ആർസ്യം എന്ന് തന്നെയാന്ന് പറയാം. കാരണം ഇതിനൊക്കെ കോഴ്സിലൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റിയതും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റിയതും എന്താ പറയുക പല മേഖലയിലേക്ക് പോയിട്ട് പലതും. കാരണം വെച്ചാൽ ഇന്നൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഒരു സബ്ജക്ട് മാത്രം എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പെയിന്റിനെ കുറിച്ചും ആരോഗ്യത്തിനെ പറ്റിയിട്ടും മറ്റെല്ലാ ഓൾ സബ്ജക്റ്റിനെ പറ്റിയിട്ടും ചായപ്പൊടിനെ പറ്റിയും പേസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു വൺ ആൻഡ് ഓൺലി കമ്പനിയേ ഉള്ളൂ ഇന്ന് ആർട്സ് കമ്പനി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. അപ്പോ വന്ന വഴി തീർച്ചയായിട്ടും അറിയണം. സാർ ആദ്യം ചോദിച്ചു PPT ഉണ്ടോ എന്ന്. PPT ഒന്നും വേണ്ട. കാരണം വെച്ചാൽ ലൈഫ് സ്റ്റൈൽ എന്താ പറയാ പല ആൾക്കാരും PPT ഓണാക്കി വെച്ച് PPT ഞാൻ എടുത്ത് മറിക്കുന്ന സമയം കൊണ്ട് അടുക്കളയിലെ പണിയും കഴിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താ പറയുക, ഞാൻ മുഖങ്ങൾ കണ്ടിട്ട് എന്നെ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വന്നൊരു വഴി അല്ലെ വന്നൊരു റൂട്ട് സാർ പറഞ്ഞു ഫാമിലി ആയിട്ട് ആർസ്യം ബിസിനസ് അല്ലെ ഫാമിലി ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഫാമിലി ആയിട്ട് തന്നെ ഏറ്റെടുത്തു. മാമനിൽ നിന്നാണ്, അതായത് അമ്മേന്റെ ആങ്ങളയിൽ നിന്നാണ് RCM എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ മദറിന് കിട്ടിയത്. RCMന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് അങ്ങോട്ടേക്ക് വിളിച്ചു. ആ സമയത്ത് ഒരു ഐഡിയ എടുത്തു അമ്മ. അതിനുശേഷം സാധനങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നമുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു എന്താ പറയാ എന്റേതെന്ന് പറയുന്നത്. ആ സമയത്ത് അച്ഛൻ ബസ്സിൽ വർക്ക് ചെയ്യുകയാണ്. അമ്മ ടൈലറിങ് ജോലിയായിട്ട് മുന്നോട്ടേക്ക് പോക്കായിരുന്നു. ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് 18 വയസ്സൊന്നും ആയിട്ടില്ല. പഠിക്കുന്ന ഒരു സമയത്തായിരുന്നു, 10ാം ക്ലാസ് ഒക്കെ ആയിട്ട് വരുന്നു തോന്നുന്നു. അപ്പോ ആ സമയത്തേക്ക് നിരന്തരം മീറ്റിങ്ങിനൊക്കെ വിളിക്കും. ഇപ്പം നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ഇവൻ എന്തിന്റെ കഷ്ടം അല്ല എന്തിന്റെ ഇതാണ് മീറ്റിങ്ങിനൊക്കെ പോകാൻ വേണ്ടി പറയുന്നത്. അതേ സമയത്തേക്ക് അതേപോലെ കുറ്റപ്പെടുത്തലും കൊണ്ട് പോയി മീറ്റിങ്ങിലേക്ക് പോയി അമ്മ. കാരണം ടൈലറിംഗ് ജോലിന്റെ അടുത്ത് അറിയാലോ, ടൈലറിംഗ് ജോലി ചെയ്യുന്നവർക്ക് അറിയാം, തിരക്ക് പിടിച്ച സമയത്തായിരിക്കും പലപ്പോഴും അന്നേരം അടിച്ചു കൊടുക്കാനുള്ള തിരക്കേറിയ സമയത്തായിരിക്കും ഇങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്തേക്ക് ആർക്കാരും ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് മീറ്റിങ്ങിലേക്ക് പോയി വരുന്ന സമയത്തേക്ക് പോയ അമ്മയല്ല ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. കാരണം മീറ്റിങ്ങിലേക്ക് എന്തൊക്കെയോ കേട്ടിട്ട് ഇത് നമുക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചു. തിരിച്ചു വന്ന സമയത്തേക്ക് RCM മാത്രമേ പറയുന്നുള്ളൂ. ദേഷ്യപ്പെട്ടു പോയി. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വീട്ടിൽ ഒച്ചപ്പാട് അറിയാലോ, ചിലപ്പോ ലേഡീസിന്റെ ഒക്കെ തമ്മിൽ തിരക്ക് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള അടുക്കളയിലെ പ്രശ്നങ്ങളും ഒച്ചപ്പാടൊക്കെ ആയിട്ട് പോയ അമ്മ തിരിച്ചു വരുന്ന സമയത്ത് 100% RCM പറയാൻ വേണ്ടി തുടങ്ങി. ആ സമയത്തേക്ക് അമ്മേന്റെ ഒപ്പം വീണ്ടും റിപ്പീറ്റ് ഞാൻ RCM ബിസിനസിന്റെ അകത്ത് പല മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്ന രീതിയിലല്ലേ, പുതിയ പോയവർക്ക് അറിയാം, അവിടെ ഇവിടെ വട്ടം വരച്ച് കളിക്കുന്ന കുറെ പരിപാടി. അപ്പൊ എന്താ പറയാ ഉറക്കം വരുന്ന സിറ്റുവേഷനിൽ ഞാനും ആദ്യം പോയ സമയത്തേക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. പക്ഷെങ്കിൽ ഇതിലേക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഒന്നും മനസ്സിലായില്ലെങ്കിലും ആരൊക്കെയോ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷം എന്താ പറയാ ഏറ്റവും കൂടെ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇന്ത്യൻ ആർമി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്തൊക്കെ പ്രാക്ടീസ് ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. റിക്രൂട്ട്മെന്റിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് തന്നെ എൻ്റെ ഒരു മറ്റൊരു ഡ്രീം ആയിരുന്നു ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യണം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അത്യാവശ്യം ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്, യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ യാത്രകൾ നടക്കൂല എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒരു മീറ്റിംഗിലേക്ക് നമ്മളെ ഗിരീഷ് സാർ ചാലക്കുടി അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് അദ്ദേഹം പറയണ്ടായി ഇന്ത്യൻ ആർമിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ RCM ഇന്ന് തെരഞ്ഞെടുത്തതെന്നല്ലേ. പിന്നെ ഞാനും ചിന്തിച്ചു, കാരണം അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് RCM ചെയ്യുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇത്രമാത്രം എൻജോയ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്തോ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എന്നുള്ള മനസ്സിലാക്കി. പല ആൾക്കാരും സോപ്പ് കണ്ടു വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്കോപ്പ് പലരും മനസ്സിലാക്കില്ല എന്നല്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് സ്കോപ്പ് മനസ്സിലാക്കി അതിനുശേഷം ഫുൾ ടൈം ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ജോയിൻ ചെയ്യാത്ത സമയങ്ങളിൽ തന്നെ എന്തൊക്കെയാ ഡയമണ്ട് ക്ലബ്ബ് മീറ്റിംഗിന്റെ അകത്തേക്ക് എന്താ പറയുക ഓപ്പണറിന്റെ ഒപ്പം മീറ്റിംഗിന്റെ അകത്തേക്ക് എന്താ പറയുക വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിന്റെ എല്ലാ മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അതിന് കുറച്ച് പേർക്ക് ഭാഗ്യം കിട്ടും കേട്ടോ. കാരണം വെച്ചാല് ജോയിൻ ചെയ്യാത്ത സമയത്ത് ഡയമണ്ട് ക്ലബിന്റെ മീറ്റിംഗിലും അതുപോലെ തന്നെ എന്താ പറയുക ബിഗിനേഴ്സിന്റെ ഒക്കെ മീറ്റിംഗിലൊക്കെ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഓപ്പണറിന്റെ ഒപ്പം മീറ്റിംഗിലൊക്കെ പങ്കെടുക്കണം എന്ന സമയത്തേക്ക് പോകാൻ വേണ്ടി പറ്റിയതിലേക്ക്
കാരണം അമ്മ ആർ സി എമ്മിന്റെ ഐ ഡി എടുത്ത സമയത്ത് നമുക്ക് 18 വയസ്സായിട്ടില്ല ആർ സി എമ്മിന്റെ ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട്. 18 വയസ്സാകാൻ വേണ്ടിയിട്ട് ഭയങ്കര തിടുക്കായിരുന്നു. 18 വയസ്സായിട്ട് വേണം ആർ സി എമ്മിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പൊ എന്ത് 18 വയസ്സായി ആർ സി എമ്മിന്റെ ഐ ഡി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആർ സി എമ്മിന്റെ ഐ ഡി കിട്ടി. അന്ന് മുതൽ അന്ന് അമ്മ തന്നെ എടുത്ത് തന്നിരുന്നു ആർ സി എമ്മിന്റെ ഐ ഡി. അത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഇതുവരെ എനിക്ക് എന്ത് തന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇത് നിന്റെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ള രീതിയിലേക്ക് ആർ സി എമ്മിന്റെ ഐ ഡി കിട്ടിയത്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇതിന് മുന്നേയുള്ള ആർ സി എമ്മിന്റെ മീറ്റിംഗിലേക്ക് പോയതുകൊണ്ട് ഇത് ആർ സി എം ചെയ്തു കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. പല ആൾക്കാരും ലീഡേഴ്സിന്റെ നിർബന്ധത്തിൽ ഐ ഡി എടുത്ത കുറെ ആൾക്കാരുണ്ട് ഉണ്ടല്ലോ അല്ലെ. ഇതിന്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ലീഡേഴ്സ് പറഞ്ഞ് നിരന്തരം ശല്യപ്പെടുത്തിയിട്ട് ഒരു ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തത്. പക്ഷേങ്കിൽ പല ആൾക്കാർ ആ സമയത്ത് പറയാനുണ്ട് ഇതൊക്കെ ലീഡേഴ്സിന്റെ എന്താ പറയാ മോട്ടിവേഷൻ കണ്ടിട്ടല്ലേ, ലീഡേഴ്സ് എന്താ പറയുക നിങ്ങൾ പുഷ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ആർ സി എമ്മിന്റെ ഐ ഡി എടുത്ത് ആർ സി എമ്മിലേക്ക് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊക്കെ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം ഇത് എന്നെ ലീഡേഴ്സ് പുഷ് ചെയ്തിട്ടല്ല, ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടുള്ള അനുഭവം കൊണ്ടും വീട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ആർ സി എം ഫുൾ ടൈം ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഒരമ്മ ഒരമ്മ ഒരു മകനെ അല്ലെങ്കിൽ സ്വന്തം മകനെ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു കാരണവശാലും മോശമുള്ള സംഭവത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കൂല, മോശമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കൂല. ശരിയല്ലേ? ഹലോ, ശരിയാണ്. അപ്പോ അതേപോലെ തന്നെ എന്റെ അമ്മയിൽ നിന്ന് ആർ സി എമ്മിന്റെ ഐ ഡി കിട്ടി, അത് ഫുൾ ടൈം ആയിട്ട് എന്നോട് ചെയ്തോ എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് എന്നെ ഫുൾ ടൈം ആയിട്ട് ഇറക്കിയത് എന്നുള്ളത് മറ്റുള്ളവർ ഓർക്കുക. ഇപ്പൊ അമൽ സാറിന്റെ ഓൾറെഡി എന്താ പറയുക ഫാമിലി ആയിട്ട് തന്നെ എനിക്ക് കാണാൻ വേണ്ടി പറ്റരുത്. മദറും അതുപോലെ തന്നെ ഫാദറും ഒക്കെ ഇന്ന് സീരിയസ് ആയിട്ട് ആർ സി എം ബിസിനസ് ചെയ്യുന്നു. അവരെ മാക്സിമം സപ്പോർട്ട് കൂടിയിട്ട് അമൽ സാർ നല്ല രീതിയിലേക്ക് ഇന്ന് നല്ല നിങ്ങളെ ലീഡേഴ്സ് തന്നെ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു മോശമുള്ള കാര്യമാണെങ്കിൽ മക്കളെ പറഞ്ഞു വിടൂല. മക്കളെ വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ വിട്ടിട്ട് എന്താ പറയാ മറ്റേതെങ്കിലും കുട്ടികളെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരെ പിടിക്കാനോ മാത്രമേ പോകും. ഇത് സ്വന്തം വീട്ടിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്, കാണിച്ചു തരുന്നത്. അപ്പൊ എന്ത് വേണം, ആർ സി എമ്മിനൊന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാൻ വേണ്ടി തയ്യാറാക്കുക. എനിക്ക് ആദ്യമായിട്ട് ഒന്ന് പറയാനുള്ള 100% സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. കമ്പനി പറയുന്നുണ്ട് ബേസിക് സ്റ്റെപ്പിന്റെ അകത്തേക്കല്ലോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 100% സാധനങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആർ സി എം നിലനിൽപ്പുള്ളൂ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർ എനിക്ക് വരുമാനം മാത്രം മതി, സാധനങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറല്ല, സാധനങ്ങൾ പുറത്തുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ആർ സി എം ബിസിനസ്സിലേക്ക് പൈസ ഉണ്ടാക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ ആർ സി എമ്മിന്റെ ഔട്ടായി പോകും കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആർ സി എമ്മിൽ പൈസ ഉണ്ടാക്കാം, സാധനങ്ങളെല്ലാം പുറത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആർ സി എമ്മിൽ നിലനിൽക്കില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചോ. ഇത് സാധാരണ ബിസിനസ് അല്ല, സാധാരണ ബിസിനസ് അല്ല. എല്ലാ ലീഡേഴ്സും പറയാനുണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ പ്രസ്ഥാനം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ, കുറെ വേദികളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രമാത്രം പോഴ്ത്തി പറയേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിന്റെ കയ്യൊപ്പിട്ടിയ പ്രസ്ഥാനം തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ അകത്തേക്ക് ചേരാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താ പറയാ പല ആൾക്കാരും പറയുന്നുണ്ട് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് വലിയ പ്രശ്നമാണെന്നുള്ളതൊക്കെ. ആട്ടപ്പൊടി ഉപയോഗിച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം അവർക്ക് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് അവർ പുറത്തായി കൊണ്ട ഒരാളാണ്. അവർ ആർ സി എമ്മിൽ വരേണ്ട ഒരാളല്ല. അത് അവര് എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ആർ സി എമ്മിൽ വരേണ്ട ആൾക്കാരല്ല, ആർ സി എമ്മിന് പുറത്താകുന്ന ആൾക്കാരാണ്. അല്ലാത്തവർക്ക് നമ്മളെ ഒരു എന്താ പറയാ തവണെണ്ണ കുടിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് 33 ജീവിതശൈലി രോഗങ്ങളും ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം അദ്ദേഹം ആർ സി എമ്മിൽ വരേണ്ട ആളായതുകൊണ്ടാണ്. അപ്പൊ നല്ല ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ. പ്രവേശനം മാത്രമല്ല ഇത് അങ്ങോട്ടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ റോങ് ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ ചിന്താഗതിയിലേക്ക് ആർ സി എമ്മിലേക്ക് വരുന്നെങ്കിൽ അവർ എങ്ങനെയാലും ആർ സി എമ്മിന്റെ അകത്ത് ലീഡേഴ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കപ്പെടും. കാരണം അവർ ആർ സി എമ്മിലേക്ക് എന്താ പറയാ വേണ്ടാത്തൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ അത് ആ രീതിയിലേക്ക് ഈ ബിസിനസ്സിന് പറ്റിയൊരു വ്യക്തി അല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ ബിസിനസ് തെളിയിക്കും. ഓക്കെ. പിന്നെ നിങ്ങളിപ്പോ ഞാൻ കുറച്ച് പോയിന്റ് ഒക്കെ എഴുതി. ഞാൻ ഇപ്പൊ ഓടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതാ. കാരണം സാർ ചോദിക്കണം പ്രിപ്പറേഷൻ ആയ സമയത്ത് ഞാൻ ട്രാവലിംഗ് ചെയ്ത് ഇവിടെ എത്തിയിട്ടാണ്. കുറച്ച് ബോഡി സ്കാനിങ്ങോ ഒരു ഹോം മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി. ഇഷ്ടംപോലെ ജോയിനിങ്ങും അടി ഉണ്ട് കേട്ടോ. അപ്പോൾ പല ആൾക്കാരും നിങ്ങൾ ആർ സി എം ബിസിനസ് പറയാൻ വേണ്ടി പോകുന്ന സമയത്തേക്ക് ഇപ്പം പുള്ളി എതിർത്ത് പറയുന്ന ആൾക്കാരുണ്ട്. ഈ നെറ്റ്വർക്ക് മണി ചെയിന് ഇതൊന്നും ഈ പരിപാടിയൊന്നും വേണ്ടി അതൊക്കെ കുറെ കമ്പനി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന നിങ്ങളെ എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഉണ്ടാകാം. പലരും എന്താ പറയുക ആർ സി എമ്മിൽ നിന്ന് വിട്ടുപോകേണ്ട കാരണം ആർ സി എം ബിസിനസ് നല്ല ലീഡേഴ്സ് നല്ല രീതിയിൽ കാര്യങ്ങൾ തിരിച്ചും പറഞ്ഞു തരും. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ബിസിനസ് പറയാൻ വേണ്ടി പോകുന്നത് എവിടെയാ? നിങ്ങളെ ഫാമിലിയിലേക്ക്. ശരിയാണോ? നിങ്ങളുടെ ഫസ്റ്റ് പറയാൻ വേണ്ടി ആർ സി എം ബിസിനസ് പറയുന്നത് ഫാമിലി ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഫസ്റ്റ് പറയാൻ വേണ്ടി പോകാൻ നിങ്ങളുടെ കുടുംബക്കാരെടുക്കെ തന്നെയാണ്. കുടുംബക്കാരെ സപ്പോർട്ട് ചെയ്യൂ? ഹലോ, സപ്പോർട്ട് ചെയ്യില്ല അല്ലെ? കാരണം നിനക്കൊന്നും വേറെ പരിപാടിയില്ല, വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. ഇതൊക്കെ പണ്ടേ വന്ന് നമ്മുടെ നാട്ടൊക്കെ പൂട്ടിപ്പോയ ബിസിനസ് പിന്നെ എന്തിനാ ചെയ്യാൻ വേണ്ടി പോകുന്നത് പല ആൾക്കാരും പറയാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രമാമയുടെ നോ എന്ന് പറയുന്നുണ്ട്. കാരണം അനുഭവം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയാ നോ എന്താ പറയാ നിങ്ങളൊരു ഹോട്ടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഈ രീതിയിൽ വെൽക്കം ചെയ്യണം. ഫസ്റ്റ് ആദ്യം തന്നെ പോയി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനാണോ വിളിക്കാറ്? ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ
അറിയാല്ലേ, അവര് വന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് എങ്ങനെയാ പൈസ വാങ്ങിക്കുക? പൈസ വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം പുറത്തുള്ള ആൾക്കാരിലേക്ക് പറയാം. ഒരു ഹോട്ടലോ റെസ്റ്റോറന്റോ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയും പുറത്തുള്ള ആൾക്കാരോടാ. എന്തുകൊണ്ടാ? അവര് വന്ന് ഒരു സ്വന്തം വീട്ടിലെ ആൾക്കാർ വന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് എങ്ങനെയാ പൈസ മേടിക്കുക? പക്ഷെ ഈ ബിസിനസ് കംപ്ലീറ്റ്ലി നമ്മൾ ആദ്യം പറഞ്ഞ ഫാമിലിയിലേക്ക് മാത്രമേ പറയുള്ളൂ. ഫാമിലിയിലേക്ക് രണ്ട് നെഗറ്റീവ് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരോടും പറയില്ല. നിങ്ങളെ RCMലേക്ക് എന്താ പറയാ, കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ പിന്നെ നിങ്ങളെയും കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പൊ എന്ത് വേണം അറിയോ? ബിസിനസ് അങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഫാമിലി മെമ്പേഴ്സിനോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് ഇപ്പം പറയാൻ വേണ്ടി പോകണ്ട. നിങ്ങൾ അവിടെ തൽക്കാലം അവിടെ മാറ്റി വെച്ചേക്ക്. നിങ്ങൾ പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. പുറത്തുള്ള ആൾക്കാരോട് ഞാൻ RCMലേക്ക് ഐഡിയ എടുത്തിട്ട് വേണം എന്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടി പോയി. എന്റെ ഒപ്പം പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ലിസ്റ്റ് ഇട്ട് പോയ സമയത്തേക്ക് ഞാൻ പറഞ്ഞ അവൻ എന്തായാലും ചേരും കേട്ടോ, എന്റെ ഒപ്പം അങ്ങനെയായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് നിന്നൊരു ഫ്രണ്ടാണ്, അവൻ ചേരും എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ ഇട്ടു അവന്റെ വീട്ടിൽ പോയി. ഓൻ തിരിഞ്ഞു നോക്കുന്നില്ല RCM ബിസിനസിനെ പറ്റിയിട്ട് പറയുന്ന സമയത്തേക്ക്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? കാരണം വെച്ചാൽ RCM ഞാൻ പറയാൻ വേണ്ടി പോലെ ഞാനൊരു നല്ലൊരു അവസരം അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോലെ അവൻ എന്തുകൊണ്ട് ഇത് ഏറ്റെടുത്തില്ല? ഓൻ ഏറ്റെടുത്തില്ല. പക്ഷെ തിരിച്ചു വരുന്ന സമയത്തേക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ കയറിയ പെട്രോൾ പമ്പിൽ ചെക്കൻ ഇന്ന് RCMന്റെ ഐഡിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എവിടെയെങ്കിലും വഴിയിൽ വെച്ചിട്ട് പോകുന്ന ഒരാൾ, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാ ഇന്ന് RCMന്റെ അകത്തേക്ക് ഐഡിയ എടുക്കുക. അപ്പൊ നിങ്ങൾ ഒരു വ്യക്തി, നിങ്ങൾ കണ്ട ലിസ്റ്റിലുള്ള ഒരാൾ അവർ ചേർന്നിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവായി പോണ്ട. ഞാൻ പറയാം, നിങ്ങളെ ബിസിനസ് കൊണ്ടുവന്നത് നിങ്ങൾ ഇന്നവർ അറിയാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരാളാണ് നിങ്ങളെ ബിസിനസ് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പൊ മാക്സിമം എന്ത് വേണം അറിയോ? കാണുന്ന ആളവരോട് തെച്ചും RCM ബിസിനസ് പറയാൻ തയ്യാറാവുക. കാണുന്ന ആൾക്കാരോട് തെച്ചും RCM ബിസിനസ് പറയാൻ വേണ്ടി തയ്യാറാവുക. പക്ഷെ ഞാൻ ഒരു ഗ്യാരണ്ടി തരാം, ഇന്ന് RCMനെ പറ്റി പറയുന്ന സമയത്ത് നോ പറഞ്ഞ ആൾക്കാര് നാളെ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ പറയുന്ന സമയത്ത് RCM സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കും. RCM ബിസിനസ് പറയുന്ന സമയത്ത് ഓക്കെ ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. എപ്പോ അറിയോ? ഒരു 4-5 വർഷം കൂടി കഴിയട്ടെ, ഇത് ഇങ്ങോട്ടേക്ക് ചോദിച്ചു വരുന്ന സമയം വരും. പക്ഷെങ്കിൽ നിങ്ങൾ RCM ബിസിനസ് പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ ചോദ്യം ചോദിക്കും. എന്താ അറിയോ ചോദ്യം? ഞാൻ എന്തിനാ നിങ്ങളെപ്പരം ജോയിൻ ഞാൻ ജോയിൻ ചെയ്യാം, ഞാൻ RCMലേക്ക്, കാരണം ഞാൻ നിങ്ങളെപ്പരം ജോയിൻ ചെയ്തത് കൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? കാരണം നിങ്ങൾ RCM ബിസിനസ്സിലേക്ക് വന്നിട്ട് നിങ്ങൾ ഏതാ ലെവല്? ഞാൻ 10 വർഷമായിട്ട് സ്റ്റാർ ലെവലാണ്. നിൽക്കുമോ നിങ്ങളെപ്പരം അവര്? കാരണം വർഷങ്ങളായിട്ട് വന്നിട്ട് ഞാൻ ഈ സ്റ്റാർ ലെവൽ അല്ലെങ്കിൽ ബിഗിനറാണ് ഓപ്പണർ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നതിലേക്ക് അർത്ഥമില്ല. അപ്പൊ എന്താണ് സാറേ, ഞാൻ 2 വർഷം RCMലേക്ക് വന്നിട്ടില്ലെങ്കിൽ 2 വർഷമായി RCM ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ റോയൽറ്റി അച്ചീവർ ആണ് അല്ലെങ്കിൽ ടെക്നിക്കൽ അച്ചീവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് സഡൻ അവർ ID പ്രൂഫ് എടുത്തിട്ട് സാറേ നിങ്ങളുടെ ടീമിലേക്ക് എനിക്കൊരു ID വേണം, ഇങ്ങോട്ടേക്ക് ചോദിച്ചു വരുന്ന ഒരു കാലഘട്ടം വരാൻ വേണ്ടി പോകാം. കാരണം ഇനി വരുന്ന യുവാക്കൾക്ക് യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഇനി വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇപ്പം തന്നെ നോക്കിയാൽ മതി, പലരും പഠിച്ചിറങ്ങി പലതരത്തിലെ ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ജോലിയില്ല. MBA പഠിച്ച ആൾക്കാർ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. MBA പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റും കിട്ടി ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. കാരണം പഠിച്ചിറങ്ങിയിട്ട് ജോലിയില്ല. 10, 15, 20 ആൾക്കാർ എടുക്കേണ്ട പണി ഇന്ന് ഒരു റോബോട്ട് എടുക്കുന്ന കാലഘട്ടത്തിന്റെ അകത്തേക്ക് മാറി ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വലിയൊരു ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ഒന്ന് ചിന്തിക്കുക, നാളെ ഏത് ജോലി എടുത്ത് സക്സസ് ആവാൻ വേണ്ടി പറ്റും? പല കമ്പനിയിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഞാൻ ഏത് ജോലി എടുത്തിട്ട് ഇതാക്കും? നമ്മുടെ ക്വാളിഫിക്കേഷൻ തന്നെ ഒരു ഇതുമില്ല. കാരണം വെച്ചാല് എത്രത്തോളം എക്സ്പേർട്ട് സ്മാർട്ടായിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ ഇതിനകത്തേക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങോട്ടേക്ക് ഏത് ബിസിനസ് എടുത്ത് സക്സസ് ആവാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ ഞാൻ 2 ഓപ്ഷൻ പറയും. ഒന്ന് സ്റ്റാർട്ടപ്പ്, 2 നെറ്റ്വർക്ക്. ഒന്ന് സ്റ്റാർട്ടപ്പ്, ഒന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം. എന്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങളിൽ അത്രമാത്രം ഐഡിയാസ് വേണം. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ, ആരും കണ്ടുപിടിക്കാത്ത ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് സ്റ്റാർട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെന്ത് വേണം? നല്ല ബ്രെയിൻ വേണം, നല്ല മെമ്മറി പവർ വേണം. എൻ്റെ ഒരു കസിൻ ഉണ്ട്, നല്ല കാരണം വെച്ചാൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി എനിക്ക് നല്ല കഴിവുണ്ട്, എന്നെ പിടിച്ചിട്ട് ഭയങ്കര മോട്ടിവേഷനാണ്. കാരണം ഓൻ എന്തൊക്കെ സ്റ്റാർട്ടപ്പ് ഉണ്ട്, അതേ രീതിയിലേക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അത്രമാത്രം ഐഡിയാസ് വേണം. അങ്ങനെ ആയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് സക്സസ് ആകാം. ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് തോന്നുന്നതിനായിരിക്കും എന്ത് ചെയ്യുക? RCMലെ സ്കോപ്പ് കാണുക, മുന്നോട്ടേക്ക് നീങ്ങുക. ഉപ്പും മുളകും മല്ലിപ്പൊടിയും കണ്ടിട്ട് നിങ്ങൾ RCM ബിസിനസ് ചെയ്യാൻ വേണ്ടി വരണ്ട. ഇതിനുള്ളിലെ സ്കോപ്പ് ഉണ്ട്. അതിന്റെ ഉള്ളിലെ ഈ അവസരങ്ങളെ മനസ്സിലാക്കിയിട്ട് ആരാണോ ബിസിനസിന്റെ അകത്തേക്ക് ഇറങ്ങുന്നത് അവർക്കുള്ളതാണ് RCM ബിസിനസ് കേട്ടോ. ഷോർട്ട് ടേം കൊണ്ട് നിങ്ങൾ അച്ചീവ്മെന്റ്, എന്താ പറയാ, സിവിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഓട്ടോ ഓടിക്കുന്നത്. ഇപ്പോൾ ഞാൻ RCM മെമ്പറാണ്. ഒരു സാറിന്റെ അകത്ത് എഴുതി ഇട്ടിട്ട് കണ്ടു. എന്നുവെച്ചാല് പല ക്വാളിഫിക്കേഷൻ ഞാൻ ഓട്ടോ RCM ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിന്റെ അകത്തേക്ക് RCM ബിസിനസിന്റെ അകത്തേക്ക് MBA കഴിഞ്ഞ ആൾക്കാരുണ്ട്, പല എന്താ പറയാ LLB കഴിഞ്ഞ ആൾക്കാരുണ്ട്, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ട്, തൊഴിലുറപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ഒന്നാ. ഇതിനകത്ത് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യാൻ തയ്യാറായ ഒരു
ആക്റ്റീവായിട്ട് കുറെ ആൾക്കാർ ആർസിഎം പറയിപ്പിച്ചു പോകുന്ന ആൾക്കാർ. ആർസിഎം ബിസിനസ് ഒന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറയുന്നത് ആർസിഎം ബിസിനസ് ഒന്നേ ഉള്ളൂ. പലരും കാണുന്നോ ആടെ ആർസിഎമ്മിന്റെ ഷോപ്പ് കൂട്ടി, ഇവിടെ ആർസിഎമ്മിന്റെ ഷോപ്പ് കൂട്ടി, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ ആർസിഎം അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ള ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ പോയ ആൾക്കാരോട് എന്നോട് ആർസിഎമ്മുമായിട്ട് വിട്ടുപോയില്ല, ആർസിഎമ്മിന്റെ ഷോപ്പ് കൂട്ടിപ്പോയി എന്ന് പറഞ്ഞ ആളോട് എനിക്ക് വന്നിട്ടും എല്ലാം എന്റെ മുന്നിൽ വന്നിട്ട് ഒരു അതായത് ആർസിഎമ്മിന്റെ പ്ലാൻ എന്ന് പറഞ്ഞുതരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞു. കാരണം പ്ലാൻ അറിഞ്ഞൊരു വ്യക്തിക്ക് കിടന്നാൽ ഉറക്കം വരൂല എന്ന് ഞാൻ പറയുന്നത്. നിർത്തിപ്പോലല്ല, ആർസിഎമ്മിന്റെ പ്ലാൻ അറിഞ്ഞൊരു വ്യക്തി ഉറക്കം വരൂല. അദ്ദേഹം കൃത്യമായിട്ട് ഇന്ന് പ്ലാൻ അറിയാണ്ട് ഞാൻ എന്താ പറയാ, ഇന്ന് അച്ചീവർ ആയിട്ട് റോയൽറ്റി ആയിട്ട് പ്ലാൻ അറിയാത്ത എത്ര ആൾക്കാരുണ്ട്. എങ്ങനെയോ മറ്റേ ശബരിമലക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി, രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി, പിന്നെ അങ്ങ് പോകുന്ന രീതിയിലേക്ക് അടിയിൽ വന്ന കഴിവുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ അച്ചീവർ ആകുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കും ഇന്ന് പ്ലാൻ അറിയില്ല. പക്ഷെ പ്ലാൻ അറിഞ്ഞൊരു വ്യക്തി, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, പ്ലാൻ അറിഞ്ഞൊരു വ്യക്തി ആർസിഎമ്മിൽ കിടന്നുറങ്ങില്ല. ഞാൻ പറയാം, കൃത്യമായിട്ട് അമൽ സാർ നല്ല രീതിയിൽ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ സാറിന്റെ ഒക്കെ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾ ഇതുവരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പലർക്കും ചോദിക്കാൻ ഒരു മടിയാണ്. കാരണം ഞാൻ ആർസിഎമ്മിൽ കുറച്ചായില്ലേ, ലീഡേഴ്സ് തന്നെ കുറച്ചായില്ലേ, ഇനി ഇങ്ങനെ ഞാൻ പിന്നെയും ചോദിച്ചറിയാം. അറിഞ്ഞിട്ടില്ല എന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലായിക്കോളൂ. നിങ്ങൾ ഉറക്കം കെടുത്തുന്ന രീതിയിലെ പ്ലാനാണ് ഈ കമ്പനി തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർസിഎം ബിസിനസ് വിട്ടുപോകില്ല. ആർസിഎമ്മിനകത്ത് കിടന്ന് ഉറക്കം വരില്ല. അടുത്തൊരു ടെക്നിക്കൽ അച്ചീവർ ആകുന്ന വരെ നിങ്ങൾ ഓടും. ഈ വരുമാനം കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഓടുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ എന്ത് വേണം, പ്ലാന് കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കാണ്ട് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഞാൻ ഗ്യാരണ്ടി തരുന്നു, പഠിക്കാണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്ലാന് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ പലരും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ശരിയല്ലേ? ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തവൻ എന്നാ വിചാരിക്കുമെന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പുറത്തവൻ എന്തും വിചാരിച്ചോട്ടെ. കാരണം എനിക്കൊന്ന് വൈകാണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ, എനിക്കൊന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ആരും സഹായിക്കില്ല. അപ്പുറത്തെ ആരും സഹായിക്കില്ല. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണോ, നിങ്ങളെ മൈൻഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക. കാരണം നല്ലൊരു ഗോള് ഇതിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്യണം. ഗോള് സെറ്റ് ചെയ്താൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ സാറേ എനിക്ക് റോയൽറ്റി ആകണം, സാറേ എനിക്ക് സ്റ്റാർ അച്ചീവ് ചെയ്യണം, സാറേ എനിക്ക് ടെക്നിക്കൽ അച്ചീവർ ആണ്, പക്ഷെ ഏത് സമയത്ത് നിങ്ങളാവും? ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്ന സമയത്തൊക്കെ ആ സമയത്തൊക്കെ പലരും വായിടക്കുന്ന സിറ്റുവേഷൻ. ഏത് സമയത്ത് നിങ്ങൾ റോയൽറ്റി ആവും? ഏത് സമയത്ത് നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആവും? ഗോൾ സെറ്റ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട്? ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഗോൾ സെറ്റ് ചെയ്ത ആൾക്കാർ. ഗോള് മനസ്സിന്റെ ഉള്ളിലുണ്ട് സാറേ, പക്ഷെ ഞാൻ ഇതുവരെ നോട്ട് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ പറയട്ടെ, ഇതിന്റെ അടുത്ത് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് ആകാശ് പുന്നാട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞുള്ള ഒരു പേജിന്റെ അകത്ത് ഞാനൊരു ഇടക്ക് എന്താ പറയാ, ശിവകുമാർ സാറൊക്കെ കുമാരൻ സാറൊക്കെ ഓൾറെഡി ഇതിന്റെ അകത്ത് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് പലരും ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗോൾ സെറ്റ് ചെയ്തതിനെ പറ്റിയിട്ട് പല ആൾക്കാരും ഗോൾ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ ഉണ്ട് സാർ, എന്താ ഗോള്? എനിക്ക് വലിയൊരു വീട് വെക്കണം, കാറ് വെക്കണം, പലതരം എക്സെട്ര ഇഷ്ടംപോലെ ഗോൾസ് ഉണ്ട്. ഞാൻ ഇത് എവിടെയെങ്കിലും എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ ഗോളുകൾ എവിടെയെങ്കിലും എഴുതി ചേർപ്പെട്ട് നിങ്ങളൊരു ഗോൾ സെറ്റിംഗ് ബോർഡിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുക്കിലേക്കോ നിങ്ങൾ എപ്പം കാണുന്ന രീതിയിൽ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ആദ്യം ഒരു വീട് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പ്ലാന്റിലേക്ക് പോയിട്ട് നിങ്ങൾ അവിടെ വീട് എടുക്കുകയല്ല ചെയ്യാറ്. ശരിയല്ലേ? നിങ്ങളെ വീട് ആദ്യം എവിടെ വരും? നിങ്ങളെ മനസ്സിലേക്ക് വരും. ഏത് രീതിയിൽ വീട് ഞാൻ എടുക്കണം, ഒന്ന് ഒരു നിലയാണോ, രണ്ട് നിലയാണോ, മൂന്ന് നില, മനസ്സിലേക്ക് വരും. മനസ്സിലേക്ക് വന്ന ഉടനെ പ്ലാന്റിലേക്ക് പോകല്ലേ, നമ്മൾ സ്ഥലത്തേക്ക് എത്തുമല്ല ചെയ്യാറ്. രണ്ടാമതെയും നല്ലൊരു എഞ്ചിനീയറിനെ വിളിച്ചിട്ട് അതൊരു പേപ്പറിലേക്ക് ഒരു വരച്ച് മാറ്റപ്പെടും. ശരിയല്ലേ? പേപ്പറിലേക്ക് നമ്മൾ വരച്ചിട്ട് അതിന്റെ ഒരു ഇത് വരക്കും, സ്കെച്ച് വരക്കും. അതെന്ത് ചെയ്യും, പറ്റുമെങ്കിൽ നമ്മൾ 3D പിക്ചർ ആക്കിയിട്ടും കൂടി വിഷ്വലൈസ് ചെയ്യും. കാണാൻ വേണ്ടിയിട്ട് ഒരു 3D പിക്ചർ ആക്കിയിട്ട് പോകും. നമുക്കറിയാം ഇത് വരച്ചു കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ആക്കി എടുക്കുന്നൊക്കെ അറിയാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ആഗ്രഹമുണ്ട് അതൊരു 3D പിക്ചർ ആയിട്ട് കാണണം എന്നുള്ളത്. നമുക്ക് ഉള്ളിൽ കുറച്ചും കൂടി വിഷൻ ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയായിരിക്കണം എന്റെ വീട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഒരു 3D പിക്ചർ ഒക്കെ ആക്കി മാറ്റാറുണ്ട്. അതിനുശേഷമാണ് ഒരു ആശാരിനെ വിളിച്ചിട്ട് നമ്മൾ പ്ലാന്റ് പോയിട്ട് വിസിറ്റ് ചെയ്യുന്നതും അവിടെ കുറ്റിയിടുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, നമ്മളെ ഈ ഗോള് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി ചേർത്തപ്പെട്ടു. ആ ഒരു ഗോള് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ട് വേണം. ആ ഗോള് നിങ്ങൾ എഴുതി വെക്കാണ്ട് പോകുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗോള് ചെയ്യൂല എന്നല്ല, അച്ചീവ് ചെയ്യൂല എന്നല്ല, പക്ഷെ അതിന് കുറച്ചും കൂടി കാലം താമസം വരും. അതേസമയത്ത് നിങ്ങളുടെ ഗോള്, സാറേ ഞാൻ ഇന്നൊരു റോയൽറ്റി അച്ചീവർ അല്ലെങ്കിൽ സാർ ഞാൻ ഒരു ടെക്നിക്കൽ അച്ചീവ് 25 ആകുന്ന സമയത്ത് ഞാൻ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറുന്നില്ല. ഗോള് സെറ്റ് ചെയ്ത് ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങളെ ഗോള് അച്ചീവ് ചെയ്യും. അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആരും കൊണ്ട് എന്റെ കോൺടാക്ട് നമ്പർ അമൽ സാറിനെ എടുക്കുന്ന വിളിച്ചാൽ മതി, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. കാരണം ഇതുവരെ എന്റെ ഗോളുകൾ ഓരോന്ന് എന്റെ ചുമരുകളിൽ, എന്റെ റൂമിൽ നിന്നാണ് ഇപ്പൊ മീറ്റിംഗ് നടത്തുന്നത്. അപ്പൊ എന്താ പറയാ, ഇതിന്റെ വെഹിക്കിലെങ്കിലും ചുമരുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിറച്ചും ഗോള്. അതായത് ഞാൻ ഉറക്കത്തിലൊക്കെ എണീച്ചിട്ട് ഇടക്ക് ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉറക്കത്തിൽ വരുന്ന അവിടെ സ്വപ്നങ്ങളുണ്ട്. ആ രീതിയിലെ കളറുള്ള കാറ്,
എനിക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഇന്ന ലാപ്ടോപ്പ് ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്നിട്ട് ചെറിയൊരു ഷോർട്ട് ടേം ഗോളും ഉണ്ട്, ലോങ് ടേം ഗോളും ഉണ്ട്. അതായത് വലിയ ഗോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു വീട് എടുക്കേണ്ടതായിട്ടുള്ള ആർസിഎമ്മിൽ ഏത് അച്ചീവ്മെന്റ് ചെയ്യണം, അത് ഏത് മാസം അച്ചീവ്മെന്റ് ചെയ്യുന്നുള്ള കൃത്യമായിട്ട് ഡേറ്റും ഈ അച്ചീവ് ചെയ്ത സാധനങ്ങളൊക്കെ ഇതുവരെ ഡേറ്റ് ഇട്ടതൊക്കെ ഞാൻ ശേഷം 4, 5, 6 ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഓൾറെഡി ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ എനിക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡേറ്റിന് മുന്നേ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്നേ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ സെറ്റ് ഗോൾ പോയിട്ടില്ല കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെ അച്ചീവ്മെന്റ് ഗോളുകൾ ഓൾറെഡി സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ പല ആൾക്കാരും പറഞ്ഞത് കമ്പനി കമ്പനി നമുക്ക് ഏറ്റവും നല്ല ഇഷ്ടംപോലെ കമ്പനി വരുന്നില്ല സാറേ, പേര് പറയുന്നില്ല കേട്ടോ. കാരണം എന്താ പറയാ മറ്റൊരു നെറ്റ്വർക്കിനെ പറയാം ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം എന്താ പറയാ ഇതിനകത്ത് ഞാൻ പലപ്പോഴും എടുത്ത് ആവേശത്തിൽ പറഞ്ഞത്. അപ്പൊ കുറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ആർസിഎമ്മിലൊക്കെ ചെന്നിട്ട് എത്ര വർഷമായി, നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയി. ഞാൻ പെട്ടെന്ന് പൈസ കിട്ടുന്ന പരിപാടിന്റെ കമ്പനി എന്ന് പറയുന്നു ചോദിക്കും. ഞാൻ എന്ത് ചെയ്യും, അവരെന്റെ മുന്നേ പിടിച്ചിരുത്തും. പല ആൾക്കാരും എന്നെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ മീറ്റിംഗ് എടുക്കാൻ വിളിക്കുന്ന സമയത്തേക്ക് ആടാ എന്നോട് പറയും, സാർ ഈ ഏരിയയിലേക്ക് ഫുള്ള് മറ്റുള്ള കമ്പനി ഈ ഒരു കമ്പനി വന്നിട്ട് ചെയ്യലാണ്, ഈ ഒരു കമ്പനി വന്നിട്ട് ചെയ്യില്ല. എനിക്കെന്താ, ഞാൻ എന്റെ കമ്പനീനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്റെ കമ്പനീനെക്കാട്ടും നല്ലൊരു കമ്പനി അവിടെ ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് ചെയ്തോട്ടെ എന്ന് ഞാൻ പറയാറ്. എന്റെ കമ്പനീനെക്കാട്ടും നല്ലൊരു കമ്പനി നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് ഉണ്ട്, അവർ അതിൻ്റെ അകത്ത് ചെയ്തോട്ടെ, പിന്നെ അവർ എന്റെ പരം വരുന്നതെന്നാണ് ചോദിക്കാറ്. ഞാൻ അവിടെ പോയി കൃത്യമായിട്ട് ക്ലാസ് കൊടുക്കേണ്ട പല ലീഡേഴ്സ് വന്നിട്ട്, പല കമ്പനിയിലെ ലീഡേഴ്സ് വന്നിട്ട് മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എന്നാൽ അവരോട് തർക്കിക്കാറൊന്നും പോകില്ല കേട്ടോ. ഞാൻ അവരെ സന്തോഷത്തോടെ ഞാൻ ചിലപ്പോൾ ചായ കുടിക്കാൻ വിളിച്ചിട്ട് മുന്നിലിരുത്തിയിട്ടൊക്കെ സംസാരിക്കും. മുന്നിലിരുത്തി സംസാരിക്കും. ഞാൻ പറയും, സാറേ ഞാൻ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരാം, പക്ഷെ എന്റെ കമ്പനീനെക്കാട്ടും എന്തെങ്കിലും അഡീഷണൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ കമ്പനീന്റെ പ്രൊഫൈൽ എടുത്തിട്ട് സാറേ നിങ്ങളുടെ കമ്പനീന്റെ പ്രൊഫൈൽ എന്നോട് പറഞ്ഞോളൂ. അതേ സമയത്ത് ഞാൻ എന്റെ കമ്പനീന്റെ പ്രൊഫൈൽ ഞാൻ പറയും, സാറേ പ്രൊഡക്റ്റ് എത്രയുണ്ട്, സാറേ ഈ കമ്പനി എത്രയായി എന്നൊക്കെ ചോദിക്കും. അത് ഇത്രയായി 4-5 വർഷമായി, അല്ലെങ്കിൽ 4-3-4 മാസമായി എന്നൊക്കെ പറഞ്ഞാണ് ഓരോ കമ്പനി വരാറ്. ഞാൻ പറയും, സാർ എന്റെ കമ്പനി 1977 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. എന്നെ ഓക്കെ കമ്പനി ഓക്കെ അടുക്കട്ടെ, സാർ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, 5-10 പ്രൊഡക്റ്റ് 6 പ്രൊഡക്റ്റ് ഉള്ള കമ്പനി മാറ്റിട്ട് 700 പ്രൊഡക്റ്റ് ഉള്ള കമ്പനി മാറ്റി. ഞാൻ പറഞ്ഞു, സാറേ ഇന്ന് 12,000-ലധികം പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഞാനുള്ളത്. ഈ കമ്പനി വിട്ട് ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നു? ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കും, സാറേ നിങ്ങൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണോ? അല്ല, ഞാൻ എന്റെ അമേരിക്ക ബേസ്ഡ് വരുന്ന പ്രൊഡക്റ്റ് മറ്റേതാന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ 100% ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, 100% ഇന്ത്യക്ക് വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തലെന്ന് ചോദിച്ചു. ഞാൻ സാർ ഇത് കുറെ ആൾക്കാർ അസോസിയേറ്റ് ചെയ്തു. ഏകദേശം എന്താ പറയാ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ പറയും, 3 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ ആൾക്കാരെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്ന് 4.5 കോടി ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഉള്ളത്. ഇനി ഔട്ട്ലെറ്റ്സ് ഇല്ലെങ്കിലും കാണിച്ചു തരാൻ വേണ്ടി ഇല്ല, ഔട്ട്ലെറ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഇവിടെ എത്തിച്ചേരും, കമ്പനി കാണിച്ചു തരാനില്ല. ഞാൻ ചോദില്ല എന്താ പറയാ ഔട്ട്ലെറ്റ്സ് ഇവിടെ എത്തിച്ചേരുന്നു. നമ്മൾ ഇന്ന് എന്റെ കണ്ണൂർ ജില്ലയിൽ മാത്രം 250-ലധികം ഷോപ്പുള്ള സ്ഥലത്താണ് ഞാൻ നിന്നിട്ട് പറയുന്നത്. 250 കൂടുതൽ ഷോപ്പുകളുള്ള കണ്ണൂർ ജില്ലയിലാണ് ഞാൻ ഇന്ന് ഇവിടെയുള്ളത്. അപ്പോ ഷോപ്പുകൾ ഇഷ്ടം പോലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കമ്പനി ഡിപ്പോ കണ്ണൂർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ഇത്രയും അതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ലാസ്റ്റ് പ്രൈസ് ചോദിക്കുന്ന സമയത്തേക്ക് പേസ്റ്റിന് 150 രൂപ. ഞാൻ ചോദിക്കും, സാറേ ഞാൻ 150 രൂപേന്റെ പേസ്റ്റ് മേടിക്കണോ അല്ലെങ്കിൽ 49 രൂപേന്റെ ഹെർബൽ പേസ്റ്റ് മേടിക്കണോ എന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞു ചെയ്യുന്ന സമയത്തേക്ക് ലാസ്റ്റ് ഒരു നെറ്റ്വർക്കിന്റെ, ഞാൻ പേരെന്ന് അദ്ദേഹത്തിന് പറയുന്നില്ല, ഒരു ഇരിട്ടി സ്വദേശി തന്നെയാണ്, ഒരു നെറ്റ്വർക്ക് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം ഷോപ്പൊക്കെ ഇട്ട് ചെയ്യില്ല. ലാസ്റ്റ് ചോദിക്കാൻ നിങ്ങളിൽ പെയിന്റ് ഉണ്ട്? ഞാൻ പെയിന്റ് ഉണ്ട്. ഡ്രസ് ഉണ്ട്? എന്താ ഇല്ലാത്ത? ഞാൻ പറഞ്ഞു, കുറച്ച് കടുക് കുളിയൊന്നും വന്നില്ല, അത് അഡീഷണൽ ഓൾറെഡി ഇപ്പൊ അടുത്ത് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്, ആ രീതിയിലേക്ക് വരുമെന്നാണ്. എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുക്കാണ്ട് ലാസ്റ്റ് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ID പ്രൂഫ് വാട്സപ്പ് വഴി അയച്ചു തന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിട്ടോ അദ്ദേഹം പോയത്. മറ്റൊരു കമ്പനീന്റെ ആൾ വന്നിട്ട് ഇതാക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ആർസിഎം ഇന്ന് വേണ്ടാത്തതായിട്ട് ആരുമില്ല. ഏത് നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ആർസിഎം എല്ലാവർക്കും അത്യാവശ്യം. ഇന്നും പല ആൾക്കാരും സ്വർണ്ണപ്പെട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ആർസിഎമ്മിലേക്ക് വന്നിട്ട് അസോസിയേറ്റ് 3 ലക്ഷം 4 ലക്ഷം PV ഒക്കെ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ 2 ലക്ഷം PV ഉണ്ടായിട്ടും എന്തൊക്കെയോ പണിക്ക്, അല്ലെങ്കിൽ ഫാൻസി ഷോപ്പിലും മറ്റുള്ള 5000 രൂപ രാവിലെ മുതൽ എന്താ പറയാ 7 മണിക്ക് പോകണം, വൈകുന്നേരം 5 മണിക്ക് വരെ വരുന്ന ജോലിക്ക് 5000 രൂപ ഒക്കെ പോയിട്ട് സമയം കളയുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് സത്യം പറഞ്ഞ സങ്കടം തോന്നല. കാരണം ഇവരൊക്കെ എപ്പാ മനസ്സിലാക്കും, നല്ല ബുദ്ധി തോന്നിക്കണേ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കല്. ഇവർക്കൊക്കെ കുറച്ച് നല്ല ബുദ്ധി തോന്നിക്കണേ, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണേ എന്നുള്ളത്. ഇന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങും. ലാസ്റ്റ് ഇവരെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ഇവരെ അടിച്ച് പുറത്താക്കൂല, വീട്ടിൽ നിന്ന് രക്ഷിതാക്കളെ അടിച്ച് പുറത്താക്കൂല. കാരണം ഇത്രയും നല്ലൊരു അവസരം വെച്ചിട്ട് ഇവർ 5000 രൂപക്ക് വേണ്ടിയിട്ട് പായുന്ന ഒരു സിറ്റുവേഷൻ. സുജിത് സാർ ഒരു കഥ പറയാനുണ്ടായിരുന്നു. അതായത് ഈ ഹിന്ദുമതത്തിലുള്ള ഒരു ശിവനും പാർവതിന്റെ ഒരു അതായത് ഒരു ദരിദ്രം നടന്നു പോകുന്ന സമയത്തേക്ക് പാർവതി എപ്പം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അന്നേരം സമ്പന്നനാകാൻ വേണ്ടിയിട്ട്. അപ്പൊ പാർവതി പറയാറുണ്ട്, ഇദ്ദേഹത്തിന് എപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ, എന്തെങ്കിലും നിങ്ങൾക്ക് സഹായിച്ചു കൊടുത്തൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഒന്ന് വളർത്തിയെടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ശിവൻ പറയാറുണ്ട്, ഞാൻ പലപ്പോഴും പല വഴികൾ കാണിച്ചു കൊടുത്തു, പക്ഷെ അതൊന്നും ഇവര് കാണില്ല. എന്നാ ഒന്ന് എന്റെ മുന്നിൽ നിന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചൊരു ഗോൾഡ് സ്വർണം അദ്ദേഹം ദരിദ്രൻ നടന്നു പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു, കുറച്ച് സ്വർണം അവിടെ ഇട്ട് കൊടുത്തു. ശിവൻ അവിടെ ഇട്ട് കൊടുത്തു. നടന്നു പോയിക്കൊണ്ടുന്ന ദരിദ്രൻ പെട്ടെന്ന് മനസ്സിൽ ഉദിച്ച ഒരു ആശയം, അതായത് ഈ കണ്ണ് കാണാത്തവരൊക്കെ എങ്ങനെ നടന്നിട്ട് പോന്നേ,
കണ്ണ് കാണാത്ത ആൾക്കാരൊക്കെ നടന്നിട്ട് പോകണം, അവരെങ്ങനെ നടന്നു പോയാന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്ത് കണ്ണടച്ചിട്ട് അങ്ങ് നടന്നു. അവിടെ ഇട്ട നിധീന്റെ മറി കടന്നിട്ട് കണ്ണടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എന്താ പറയാ നടന്നിട്ട് അങ്ങ് പോയി. അപ്പോ ശിവൻ പറഞ്ഞു, കണ്ടില്ലേ, അവസരങ്ങൾ എല്ലാവരും മുന്നിലും കാണിച്ചു കൊടുക്കലുണ്ട്, അവസരങ്ങൾ എല്ലാവരും കാണിച്ചു കൊടുക്കണം, പക്ഷെ ആരും അതിനെ തിരിച്ചറിയുന്നില്ല. ഇതേപോലെ തന്നെയല്ലേ നിങ്ങൾ ആർ സി എമ്മിന്റെ ഐഡിയ എടുത്തിട്ട് എന്തൊക്കെയോ കളിക്കുന്ന ആൾക്കാരുണ്ട്. ആർ സി എമ്മിന്റെ ഐഡിയ എടുത്തിട്ട് എന്താ പറയാ കടല് കണ്ടിട്ട് കടല് കാണാൻ പോയ ആൾക്കാരുണ്ട്, കടലിൽ എന്താ പറയാ വെള്ളത്തിൽ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, അതിന്റെ നീന്തി കുടിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാരുടെ ഉള്ളിൽ പോയിട്ട് മത്സ്യങ്ങളെ പിടിക്കുന്ന ആൾക്കാരുണ്ട്, അതിന്റെ ഉള്ളിൽ പോയിട്ട് പവിഴങ്ങൾ ശേഖരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് കാഴ്ചക്കാരായിട്ട് പോകുന്നുണ്ട്, അത്യാവശ്യം ഉപ്പും പേസ്റ്റും ചായപ്പൊടിക്കൊക്കെ വില കുറവുണ്ട് കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്ക് എന്താ പറയാ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കും, ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് നനയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഏരി വെക്കും. കാരണം വെച്ചാല് പെട്ടെന്ന് പൈസ കിട്ടുന്നില്ലല്ലോ ആർ സി ബിസിനസിന്റെ അകത്തേക്ക്. പെട്ടെന്ന് പൈസ കിട്ടുന്നുണ്ടോ ആർ സി ബിസിനസിന്റെ അകത്തേക്ക്? പെട്ടെന്ന് കിട്ടാനുള്ള വഴിയുണ്ടോ? ഞാൻ പറയും വഴിയുണ്ട് എന്നുള്ളതാ. കാരണം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അകത്തേക്ക് ഉണ്ട്, പെട്ടെന്ന് വരുമാനം കിട്ടാനുള്ള ഒരു ഇതുണ്ട്, റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. പലരും എന്താ പറയാ പെട്ടെന്ന്, ഞാൻ ഈ റീറ്റെയിലിൽ കൂടി വന്നൊരു വ്യക്തിന്റെ ഞാൻ എന്റെ പല വീഡിയോസിന്റെ അകത്തും കാണാൻ വേണ്ടി പറ്റും. 10 മിനിറ്റ് കഴിഞ്ഞാൽ സൂം കട്ടാകും, ഒന്നും കൂടി റീജോയിൻ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ഞാനൊന്നും കൂടി പറയുന്നു കേട്ടോ. ഓക്കെ, എന്താ പറയാ പലർക്കും എന്താ പറയാ പെട്ടെന്ന് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഇഷ്ടംപോലെ വരുമാനം കിട്ടാനുള്ള അവസരമുണ്ട്, പക്ഷെ അത് വീണ്ടും വിധം ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, വീണ്ടും വിധം മനസ്സിലാക്കുന്നില്ല. ഒറ്റൊരു ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയ സമയത്തേക്ക് ഇതെന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു എന്റെ ബൈക്ക് വാങ്ങിക്കണം എന്നുള്ളത്. ബൈക്കിനോട് കുറച്ച് ക്രേസ് ഉള്ള ഒരാളാണ് കേട്ടോ. ബൈക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, ബൈക്ക് എങ്ങനെ വാങ്ങിക്കാം, എന്റെ മാമന്റെ മകനും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ചേട്ടാ നമുക്ക് ബൈക്ക് എടുത്താലോ? ഞാൻ പറഞ്ഞാൽ കൊടുക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെ എടുക്കും, എങ്ങനെ എടുക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് വലിയൊരു അബദ്ധം, പൈസ ഒരു രൂപ കയ്യിലേക്കില്ല. അപ്പൊ കുറച്ച് പൈസ തട്ടിക്കൂട്ടിയ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ ആർ സി എമ്മില് ഓൻ അത്ര ആർ സി എമ്മിലേക്ക് സീരിയസ് ആയിട്ട് ഇല്ല, പക്ഷെങ്കിൽ എന്റെ പരം എന്താ പറയുക അതിന്റെ വന്നിട്ട് ബൈക്ക് എടുക്കേണ്ടതുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ആർ സി എമ്മിലേക്ക് ഇങ്ങനെ ഒരു ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് സെയിൽ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. പിന്നെ കണക്ക് കൂട്ടല, അതായത് ഇന്റിമേറ്റ് വാഷ് ഒന്ന് വിറ്റ് കഴിഞ്ഞാൽ എത്ര, 219 രൂപയുള്ള സാധനം അന്ന് 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 119 അല്ല 219 രൂപയുള്ള സാധനം ഓൾറെഡി വിറ്റ് കഴിഞ്ഞാൽ 100 രൂപ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ കണക്ക് കൂട്ടലായി, ഒരു ദിവസം 100 പീസ് സാധനം വിൽക്കാം. ഒരു ദിവസം 100 പീസ് സാധനം വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം സംതിങ് എന്താ പറയാ 10,000 രൂപക്ക് അടുത്ത് നമുക്ക് പ്രോഫിറ്റാ. 10,000 രൂപക്ക് അടുത്ത് പ്രോഫിറ്റാ. വലിയ കണക്കുകൂട്ടലിലേക്ക് പോയതാ, വലിയ കണക്കുകൂട്ടലിലേക്ക്. ഒരു ദിവസം 100 പീസ് സാധനമൊക്കെ വിൽക്കാൻ വേണ്ടി പോയത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് എന്ത് ചെയ്ത് ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു, നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതിന്റെ സ്മെല്ല് മനസ്സിലാക്കി, ക്വാളിറ്റി മനസ്സിലാക്കി, ക്വാളിറ്റീനെ കൃത്യമായിട്ട് അതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി. ഡിപ്പോന്ന് ലോഡ് സാധനങ്ങൾ, അതായത് 2, 3, 4, 5 ബോക്സ് സാധനം ഇന്റിമേറ്റ് വാഷ് ഇതുവരെ സെയിൽ ചെയ്യാത്ത, അതായത് സെയിൽ അത്ര ചായപ്പൊടി ഉപ്പും പേസ്റ്റും സെയിൽ ചെയ്തെന്നല്ലാണ്ട് ഇന്റിമേറ്റ് വാഷ് ഇതുവരെ സെയിൽ ചെയ്യാണ്ട് ബോക്സ് പീസ് സാധനം എന്താ പറയുക വീട്ടിലേക്ക് ഇറക്കി വെച്ചു. അതിന് ശേഷം പിറ്റേന്ന് പോലെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. ബോക്സ് പീസ് സാധനം വീട്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാനാവില്ല, കാരണം ഈ എടുത്ത് വെച്ച സാധനം സെയിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് പോകും. അപ്പൊ എന്ത് ചെയ്തു, ആദ്യം സാധനം എടുത്ത് വെച്ചു, വീണ്ടും രണ്ടാമത് സെയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. സെയിൽ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. 100 പീസ് സാധനം വിൽക്കണം എന്നുള്ളവർക്ക് 20 പീസ് സാധനമൊക്കെ 17 പീസ് സാധനമൊക്കെയാണ് ഫസ്റ്റ് പോയ സമയത്ത് സെയിലായത്. അപ്പൊ വലിയ ഇതില്ല, കാരണം ഇവരൊക്കെ അതിശയം, കാരണം 18 പീസ് സാധനം സെയിലാക്കിയല്ലോ. കാരണം 10 പീസ് സാധനം സെയിലാക്കിയാൽ 1000 രൂപ കിട്ടി. 18 പീസ് സാധനം സെയിലാക്കിയിട്ടൊന്നും അത്രയില്ല, എന്താ പറയാ 1000 1800 രൂപക്ക് അടുത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മള് അത്ര കാരണം 100 വെക്കാൻ വേണ്ടി പോയപ്പോൾ 18 ആയിട്ടുള്ളൂ എന്നുള്ള കുറ്റബോധത്തിൽ നമ്മളും 18 വിറ്റല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇവര് നിൽക്കുന്നുണ്ട്. അപ്പോ പിന്നെ അതിന് ശേഷം തുടർന്നു, എന്തായാലും മിനിമം 18 വിറ്റല്ലോ, നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നോക്കാം. അത് 25 ആയിന്, എന്താ പറയാ 28 വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞും കൂടിയും ഒക്കെ നിന്നിട്ട് ഓൾറെഡി ഒരു ഡ്രീം ഉണ്ടായിരുന്നു ബൈക്ക് എടുക്കുക എന്നുള്ളത്. അപ്പൊ ഓനും കൂടി ഡ്രീം, ബൈക്ക് ഏകദേശം ഓൺ റോഡ് പൈസ ഒരു ബൈക്കിന് 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ വേണം നമുക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ സാധനം സെയിലാക്കിയിട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തേക്ക് നമ്മളൊപ്പമുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സാധനം വിറ്റിട്ടാണോ നീ ബൈക്ക് എടുക്കുന്നില്ല, കുറ്റപ്പെടുത്തലും കൂടി വന്നു. അപ്പൊ എന്ത് ചെയ്തു, കുറ്റപ്പെടുത്തൽ വേണ്ടിട്ട് തളർന്നിട്ടില്ല, കുറ്റപ്പെടുത്തൽ നമുക്കൊരു വാശിയായി, കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ആ ബൈക്ക് എടുക്കണം. അപ്പൊ അറിഞ്ഞവന്റെ വീട്ടിന്റെ മുന്നിൽ കൂടി നമുക്കൊന്ന് പോയിട്ട് എന്റെ ഒപ്പമുള്ള കസിൻ പറഞ്ഞു, അവന്റെ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടി ഇൻസ്പിറേഷൻ കൂടി, പല ആൾക്കാരും നെഗറ്റീവുകൾ കേട്ടിട്ടുണ്ടെങ്കിലും മടുത്തു പോകുന്ന ആൾക്കാരാണ്. എനിക്ക് ഇൻസ്പിറേഷൻ കൂടി കുറച്ചും കൂടി വാശിയുള്ള ഒരാളാണ് കേട്ടോ. വാശി മീൻസ് നല്ലതിന് മാത്രമേ വാശിയുള്ളൂ. വാശി കൂടി ആ സമയത്തേക്ക് തന്നെ നമ്മള് മത്സരിച്ച് വിൽക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാ വീടാന്തരം കയറിയിട്ട് വിൽക്കാൻ വേണ്ടി തുടങ്ങി. ഒരു മടിയുമില്ല, കാരണം ഇന്റിമേറ്റ് വാഷ് ലേഡീസിന്റെ ഒരു സാധനമാണ് അത്. വീടാന്തരം കയറി വിറ്റു. ആ സമയത്ത് മെൻസ് ഇന്റിമേറ്റ് വാഷ് ഇല്ല. അപ്പൊ എന്ത് ചെയ്താ ആണുങ്ങൾക്കും കൂടി ഈ ഇന്റിമേറ്റ് വാഷ് കൊടുക്കുന്ന രീതിയിലേക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒറ്റ ഇന്റിമേറ്റ് വാഷ്, അപ്പൊ ഈ രീതിയിലേക്ക് കൊടുക്കുന്നതിലേക്ക് എല്ലാ വീടുകളിലും കയറി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. സാധനം സെയിലാക്കി. പറഞ്ഞത് ജൂൺ 5-ന് എടുക്കാന്നുള്ളതായിരുന്നു. അതിന് മുന്നേ മെയ് മാസമായിരുന്നു തോന്നുന്നു, സോറി ഫെബ്രുവരി മാസം നമ്മുടെ 2 ബൈക്ക്
ഓൺ റോഡ് ബേസിൽ 4 ലക്ഷം രൂപ കൊടുത്തിട്ട് 2 ബൈക്ക് ഷോറൂം ഇറക്കി വന്നിട്ടുണ്ട്. അതായത് 4 ലക്ഷം രൂപ കൊടുത്തിട്ട്. എന്തുകൊണ്ട്? ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞ ആർസിമിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട്. അപ്പൊ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നടത്താൻ വേണ്ടി പറ്റും. അതിനുശേഷം കുറെ വീഡിയോസിനകത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് സൂം മീറ്റിങ്ങിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നേഹ മേഡത്തിന്റെ കെയർ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ പറയുന്ന സാറേ ഇന്റിമേറ്റ് വാഷ് സെയിലാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും പറ്റും. വിചാരിച്ചു കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞൊരു കഴിവാ. അത് ജനിക്കുമ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വളർത്തിയെടുക്കണം. അത് സെയിൽസ് പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഞാൻ പറയും, ഒരു പാക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആർട്സ് ബിസിനസ് നാളെ ഇല്ലാന്ന് വെച്ചോ, സെയിൽസ് ഇതിൽ കൂടി പഠിക്കാൻ വേണ്ടി പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു പാക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. ആ മണ്ണിന്റെ pH ലെവൽ, ക്വാളിറ്റി പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റുന്ന ഇതിലേക്ക് കഴിവ് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇന്ന് പല ആൾക്കാരും ചോദിക്കാണ്ട്, സാറേ ഇന്റിമേറ്റ് വർഷമൊക്കെ നമുക്ക് വിൽക്കാൻ കുറച്ച് പ്രയാസ, നമുക്ക് എന്ത് വിൽക്കാൻ വേണ്ടി പറ്റും ബാബുകുമാർ സാർ, എന്ത് വിൽക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാൻ വേണ്ടി പറയുന്നത്, എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറയുന്നത് വെളിച്ചെണ്ണക്ക് വില കൂടി. വെളിച്ചെണ്ണക്ക് വില കൂടിയിട്ട് ഇന്ന് സംതിങ് 400 രൂപ 400 ചില രൂപ വെളിച്ചെണ്ണക്ക് ഉണ്ട്. നമ്മുടെ തവിടിനൊക്കെ എത്ര വില? തവിടെണ്ണക്ക് വില 250 രൂപ അല്ലെ, 250 രൂപയാണ് MRP പ്രോഫിറ്റ് വരുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ ജിഷ്ണുദാസ് സാറൊക്കെ ഉണ്ട് ഇതിനകത്ത് കയറിയിട്ട് എല്ലാവരോടും എനിക്ക് പറയണത്, ഇന്ന് ബിഗിനേഴ്സ് ഒന്നും പഠിക്കണ്ട, എണ്ണേന്റെ വില മാത്രം പറഞ്ഞിട്ട് വിൽക്കാൻ വേണ്ടി പറ്റും. 250 രൂപ 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് 2 ലിറ്റർ തവിടെണ്ണ ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം നോക്കുന്നതാണ്, ചെറിയ പൈസയുടെ വേരിയേഷൻ അറിയുണ്ടാവും. 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിക്കുന്ന പൈസക്ക് 2 ലിറ്റർ തവിടെണ്ണ ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 20 വീട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരു ദിവസം നിങ്ങൾക്ക് 20 വീട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഏകദേശം 40 പീസ് സാധനങ്ങൾ സെയിലാക്കാൻ വേണ്ടി പറ്റും. 30 ദിവസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സംതിങ് 1000 പീസിനടുത്ത് സാധനങ്ങളുടെ തവണ സെയിലാക്കാൻ വേണ്ടി പറ്റും. 42 രൂപ പ്രോഫിറ്റ്. 1000 പാക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ 42,000 രൂപ MRP പ്രോഫിറ്റ് കിട്ടും. ഹലോ, 42,000 രൂപ പ്രോഫിറ്റ് കിട്ടും. വരുമാനം ഇല്ല, ജോലി ഇല്ല എന്ന് പറയുന്നത് അടിച്ചു കഴിഞ്ഞാൽ 27